ഹായ് ടോപ്പേഴ്സ്, എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടല്ലേ ഉള്ളത്? നമുക്ക് ഫസ്റ്റ് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം. ഡെയിലി അത് ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക? നമുക്ക് ചെയ്യാനുള്ള ഓരോന്നും ഫസ്റ്റ് പ്രിഫറൻസ്, ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണ് അത് ഫസ്റ്റ് എഴുതുക. പിന്നെ നെക്സ്റ്റ് സബ്ജക്റ്റ് എഴുതുക, അതിൻ്റെ നോട്ട്സ് എഴുതുക, റീഡ് ചെയ്തുകൊണ്ട് നോട്ട്സ് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പഠനത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഞാനും പഠിച്ചു തുടങ്ങിയിട്ടാണ് ഉള്ളത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗുണകരമായ ടിപ്സ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഏറ്റവും നന്നായിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കുക എങ്ങനെയാണെന്ന് അറിയണം. നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നറിയണം. വെറുതെ കുറേ നേരം ബുക്ക് തുറന്ന് വെച്ച് വായിച്ചിട്ട് ഒന്നും കാര്യമില്ല. അപ്പം നമ്മളെ മൈൻഡിൽ അത് നിൽക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സ്റ്റഡി മെത്തേഡ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരു സ്റ്റഡി മെത്തേഡേ നിങ്ങളോട് പറഞ്ഞു തരാമെന്നുള്ളൂ. അപ്പം എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയെന്ന് ഈ ഒരു സ്റ്റഡി മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വർത്ത് ആവുന്നുണ്ടോ ഈ സ്റ്റഡി മെത്തേഡ്? നിങ്ങൾ കേട്ടിട്ടുള്ള മെത്തേഡ് തന്നെ ആയിരിക്കും, പോമഡോറോ ടെക്നിക്ക്. പക്ഷേ എല്ലാവർക്കും അറിയില്ല അതെങ്ങനെയാണ്. ഒരു ഔട്ട്ലൈൻ മാത്രമേ ചിലർക്ക് അറിയുള്ളൂ. കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പം നമുക്ക് പോമഡോറോ ടെക്നിക്ക് എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ പോമഡോറോ ടെക്നിക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. അതൊരു ടൈം മാനേജ്മെൻറ്റ് മെത്തേഡാണ്. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക. 2-3 മണിക്കൂറൊക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പറ്റും, പക്ഷെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം അതുപോലെ പഠിക്കണം. ഇപ്പോൾ ഈ പോമഡോറോ ടെക്നിക്ക് നമ്മളെ കൂടുതൽ ഫോക്കസ്ഡ് ആക്കും, കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കും. അപ്പം ഈ ടെക്നിക്ക് ആരാ ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഫ്രാൻസിസ്കോ സിർലിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. 1980s ഇത് ഇയാൾ കണ്ടുപിടിച്ചിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ പോമഡോറോ ടെക്നിക്ക്. ഈ പോമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ 25 മിനിറ്റ് നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ഒരു 25 മിനിറ്റ് നമ്മൾ ടൈമറിൽ 25 മിനിറ്റ്സ് വെക്കുക. ടൈമറിൽ ആ 25 മിനിറ്റ്സ് എന്താണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്കിപ്പം മാത്സാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഹിസ്റ്ററിയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ കെമിസ്ട്രിയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ സയൻസാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിലൊരു ടോപ്പിക്ക് എടുക്കുക, ഒരു ചാപ്റ്ററിലെ ഒരു ടോപ്പിക്ക് എടുക്കുക. എന്നിട്ട് ആ ടോപ്പിക്ക് 25 മിനിറ്റ് മാത്രം ടൈമറിൽ വെച്ചിട്ട് ആ 25 മിനിറ്റ് കഴിയുന്നവരെ ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഒരു കറക്റ്റ് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞാലും ഇല്ലെങ്കിലും, അതാണ് മെയിനായിട്ടുള്ളത്. ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ ആ ടൈമർ സ്റ്റോപ്പ് ആവുമ്പം നിങ്ങൾ പഠിത്തം നിർത്തണം. നിങ്ങൾ എവിടം വരെ പഠിച്ചോ അത് മതി. ഓക്കെ, അങ്ങനെ പഠിത്തം നിർത്തിയിട്ട് നിങ്ങൾ 5 മിനിറ്റ്സ്, കറക്റ്റ് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പം നിങ്ങൾ നടക്കുക, അല്ലെങ്കിൽ അമ്മേനോടോ ആരാണോ വീട്ടിലുള്ളത് അവരോട് സംസാരിക്കുക. ആ 5 മിനിറ്റ് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ എന്തെങ്കിലും തുണി മടക്കാനോ 5 മിനിറ്റ് മടക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക, ബാത്റൂമിൽ പോവാം. അങ്ങനെ ആ 5 മിനിറ്റ് എന്താ വെച്ചാൽ റിലാക്സ് ചെയ്യാൻ പറ്റിയ, കണ്ണടച്ചിരിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. റിലാക്സായിട്ട് ഇരിക്കുക ആ 5 മിനിറ്റ്. എന്നിട്ട് നമ്മൾ പിന്നെയും അടുത്ത 25 മിനിറ്റ്സ്, കറക്റ്റ് 5 മിനിറ്റേ പാടുള്ളൂ, അതിൻ്റെ കൂടുതൽ നമ്മൾ ബ്രേക്ക് എടുക്കാൻ പാടില്ല. ഓക്കെ, അതാണ് മെയിൻ. അപ്പം 25 മിനിറ്റ് പഠിച്ചു, പിന്നെ 5 മിനിറ്റ് കറക്റ്റ് ബ്രേക്ക് എടുത്തു, എന്നിട്ട് പിന്നെ 25 മിനിറ്റ് പഠിക്കാം.
ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും 25, അതുപോലെ 5 മിനിറ്റ്, 25 മിനിറ്റ് കഴിയുമ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെയും പഠിക്കാം. അങ്ങനത്തെ 25 മിനിറ്റ്സ് കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 30 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. ഓക്കെ. ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമുക്ക് എല്ലാം റിട്ടേൺ ചെയ്യാൻ പറ്റും, എല്ലാം ഓർത്തെടുക്കാനോ നമ്മളെ ഓർമ്മയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിൽക്കും. അപ്പം ഈ ടെക്നിക്ക് എല്ലാവരും ട്രൈ ചെയ്യുക, എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.